നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SSLC പരീക്ഷാ വിജയം 99.69%. ഏറ്റവും കൂടുതൽ വിജയം കോട്ടയത്ത്. പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ അപേക്ഷിക്കാം. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ബാഗുകളും കുടകളും വിപണിയിലെത്തി. രക്ഷിതാക്കൾക്ക് ആശ്വാസമായി കൺസ്യൂമർ ഫെഡ് സ്റ്റുഡന്റ് മാർക്കറ്റുകൾ തുറന്നു. വിപണി വിലയേക്കാൾ കുറവിൽ ഇവിടെ സാധനങ്ങൾ ലഭ്യം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര രൂക്ഷ വിമർശനവുമായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. മുഖ്യമന്ത്രി രാജ്യം വിട്ടത് കേരളത്തെ നാഥനില്ലാ കളരിയാക്കി. വിദേശയാത്രയിൽ വ്യക്തത നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്നും കൃഷ്ണദാസ്. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 99.69% ഈ വർഷത്തെ വിജയം. വിജയശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ട്. മുൻവർഷം 99.7% ഏറ്റവും കൂടുതൽ വിജയശതമാനം കോട്ടയം ജില്ലയിലാണ്, 99.92%. ഏറ്റവും കുറവ് വിജയശതമാനം തിരുവനന്തപുരം ജില്ലയിലാണ്, 99.08%. 71,831 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ വർധനമുണ്ട്. 68,604 പേരാണ് കഴിഞ്ഞ വർഷം എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിരുന്നത്. 2,474 സ്കൂളുകളാണ് മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് യോഗ്യരാക്കിയത്. കഴിഞ്ഞ വർഷം ഇത് 2,581 ആയിരുന്നു. 9 മുതൽ 15 വരെ പുനർമൂല്യനിർണ്ണയത്തിന് കുട്ടികൾക്ക് അപേക്ഷിക്കാം. മെയ് 28 മുതൽ ജൂൺ 6 വരെയായിരിക്കും സേ പരീക്ഷ. ജൂൺ ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. പരീക്ഷാ ഭവന്റെയും PRDയുടെയും ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളിൽ പരീക്ഷാ ഫലം അറിയാം. കാട്ടാനയുടെ ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ MV മുകേഷിന് ദാരുണാന്ത്യം. രാവിലെ പാലക്കാട് കൊട്ടക്കാട് വെച്ച് റിപ്പോർട്ടിംഗിനിടെയായിരുന്നു കാട്ടാന ആക്രമണം. ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിന്റെ ദൃശ്യം പകർത്തുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദീർഘകാലം ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി പാലക്കാട് ബ്യൂറോയിലാണ്. മാതൃഭൂമി.comൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ അടയാളപ്പെടുത്തുന്ന അതിജീവനം എന്ന കോളം എഴുതിയിരുന്നു. മലപ്പുറം പരപ്പനങ്ങാട് ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ഉണ്ണിയുടെയും ദേവിയുടെയും മകനാണ്. ഭാര്യ ടിഷ. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. ഷാർജ, മസ്കറ്റ്, അബുദാബി സർവീസുകളാണ് റദ്ദാക്കിയത്. വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. വിമാനത്താവളത്തിൽ 100 കണക്കിന് യാത്രക്കാരാണ് കുടുങ്ങിക്കിടന്നത്. വിമാനം റദ്ദാക്കാൻ കാരണം ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കെന്ന് സൂചന. ബുധനാഴ്ച രാവിലെ 4:25 പുറപ്പെടേണ്ട 1X 743 ഷാർജ, 6:45 പുറപ്പെടേണ്ട 1X 713 മസ്കറ്റ്, 9:20 പുറപ്പെടേണ്ട 1X 715 അബുദാബി സർവീസാണ് മുന്നറിയിപ്പ് നൽകാതെ റദ്ദാക്കിയത്. അതിരാവിലെ യാത്ര ചെയ്യാനായി എത്തിയപ്പോഴാണ് വിവരമറിയുന്നത്. ഇതേ തുടർന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെയും ഇവരെ യാത്രയയക്കാനെത്തിയവരും പ്രതിഷേധിച്ചു. വിമാനത്താവളത്തിൽ 100 കണക്കിന് യാത്രക്കാർ ഇനി എന്ത് എന്നറിയാതെ കുടുങ്ങിക്കിടക്കുകയാണ്. വിമാനം റദ്ദാക്കാൻ കാരണം ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണെന്നാണ് സൂചന. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എല്ലാ ഫ്ലൈറ്റും നമ്മളെ ക്യാബിൻ ക്രൂസ് പെട്ടെന്ന് ഉണ്ടായ ഒരു സ്ട്രൈക്കിലേക്ക് പോയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അവരെ ഡ്യൂട്ടി ടൈം തുടങ്ങുന്നതിന്റെ അതായത് നമ്മളിപ്പോ 12 മണിക്ക് ശേഷം, അതായത് ഒരു 3-4 മണിക്കൂർ മുന്നേ അവരെ ഡ്യൂട്ടി ടൈം തുടങ്ങുന്ന ആ സമയങ്ങളിലാണ് അവര് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാരണത്താൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ഈ അവർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നിയമവശമായ ഒരു കമ്പനിക്ക് 1-2 ദിവസം മുന്നേ എന്ത് ചെയ്യണം, നോട്ടീസ് കൊടുത്തിട്ടാണ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ പോവുക. അപ്പൊ പാർട്ട്നർ നമുക്ക് വെൽ ഇൻ അഡ്വാൻസ് ഇൻഫോം ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ അവര് ഡ്യൂട്ടിക്ക് വരാതെ, അതായത് അസുഖമാണെന്നുള്ള കാരണത്താൽ സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ എയർപോർട്ടിൽ വരാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇന്നത്തെ രാവിലത്തെ ഷാർജ മുതലുള്ള എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസലായി തുടങ്ങി. ഇപ്പൊ 1 by 1 ക്യാൻസലായി തുടങ്ങിയിട്ട് അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലും എല്ലാ ഇതും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ആയിട്ടുണ്ട്. അതിനുള്ള ഇപ്പം ഇതായിട്ട് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് മാക്സിമം കമ്പനികളിലേക്ക്, അതായത് പല ആൾക്കാർക്കും ജോലി സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ള എനിക്കറിയാം.
ഇപ്പൊ ഞാനും നിങ്ങളൊപ്പം തന്നെ ഒരാൾ ഈ കമ്പനി എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ കമ്പനികൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡിലേ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യാം. അതല്ല അടുത്ത ദിവസങ്ങളിലേക്കുള്ള എല്ലാ ഫ്ലൈറ്റ്സിലേക്കും നമ്മൾ എന്ത് ചെയ്യാം റീഷെഡ്യൂൾ ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ ഓൾറെഡി അവർ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ലിസ്റ്റ്. അത് നിങ്ങളെ PNR നമ്പർ കോൺടാക്ട് നമ്പറും കാര്യങ്ങൾ എഴുതിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻസലേഷൻ ചെയ്ത് ആർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതർ എയർലൈൻ എടുക്കണമെങ്കിൽ അതിന്റെ ഫുൾ റീഫണ്ട് നമ്മൾ തരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പത്മശ്രീ മോഹൻലാൽ ഇരിക്കൂർ മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കണ്ണൂരിൽ വിവിധ പരിപാടികൾക്കായി എത്തിയ മോഹൻലാൽ ബുധനാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് മാമാനിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ദർശന പുണ്യം തേടിയെത്തിയത്. വിശേഷ വഴിപാടുകൾ നടത്തിയതിനു ശേഷമാണ് മോഹൻലാൽ മടങ്ങിയത്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും ഭാരവാഹികളും ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് മോഹൻലാലിനെ സ്വീകരിച്ചു. ക്ഷേത്രം മേൽശാന്തി ചന്ദ്രൻ മോസ് പ്രത്യേക പൂജയുടെ പ്രസാദം മോഹൻലാലിന് നൽകി. ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കി ക്ഷേത്ര പ്രദക്ഷിണം നടത്തുകയും ദോഷങ്ങളും മാർഗതടസ്സങ്ങളും അകറ്റുമെന്ന് വിശ്വസിച്ചിരുന്ന തേങ്ങ മറികൊത്തൽ നടത്തുകയും വിശേഷ വഴിപാടുകൾ കഴിക്കുകയും ചെയ്തതിനു ശേഷമാണ് മോഹൻലാൽ മടങ്ങിയത്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. SSLC പരീക്ഷാ വിജയം 99.69%. ഏറ്റവും കൂടുതൽ വിജയം കോട്ടയത്ത്. പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ അപേക്ഷിക്കാം. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ബാഗുകളും കുടകളും വിപണിയിലെത്തി. രക്ഷിതാക്കൾക്ക് ആശ്വാസമായി കൺസ്യൂമർ ഫെഡ് സ്റ്റുഡന്റ് മാർക്കറ്റുകൾ തുറന്നു. വിപണി വിലയേക്കാൾ കുറവിൽ ഇവിടെ സാധനങ്ങൾ ലഭ്യം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര രൂക്ഷ വിമർശനവുമായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. മുഖ്യമന്ത്രി രാജ്യം വിട്ടത് കേരളത്തെ നാഥനില്ലാ കളരിയാക്കി. വിദേശയാത്രയിൽ വ്യക്തത നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്നും കൃഷ്ണദാസ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന സംഘടിപ്പിക്കുന്ന സ്റ്റുഡന്റ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷന് മുൻവശം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. 10% മുതൽ 40% വരെ വിലക്കുറവിൽ ഇവിടെ സാധനങ്ങൾ ലഭ്യമാണ്. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ KP പ്രമോദൻ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ VK രാജൻ പദ്ധതി വിശദീകരണം നടത്തി. ജോയിന്റ് രജിസ്ട്രാർ E രാജേന്ദ്രൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. റീജിയണൽ മാനേജർ പ്രദീപ് കുമാർ, പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ നന്ദകുമാർ, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ചിത്ര ശശിധരൻ, അസിസ്റ്റന്റ് റീജിയണൽ മാനേജർ VK രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാം തന്നെ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി
സ്കൂളിലേക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും അതോടൊപ്പം തന്നെ നോട്ട് ബുക്കുകൾ, പേന, പെൻസിൽ എല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാഠപുസ്തകങ്ങൾ ഇപ്രാവശ്യം നേരത്തെ നമ്മുടെ സർക്കാർ കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ പാഠപുസ്തകം കിട്ടിയപ്പോൾ തന്നെ നോട്ട് ബുക്കും പെൻസിലും ബാഗും കുടയും ഒക്കെ വാങ്ങാൻ നമ്മുടെ കുട്ടികൾ വളരെ തിരക്ക് കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും ന്യായമായ മിതമായ വിലയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾക്ക് ഈ കുട്ടികൾക്ക് ഒരു സ്റ്റുഡൻറ് മാർക്കറ്റ് തന്നെ പ്രത്യേകമായിരുന്നു ഓപ്പൺ ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കപ്പെടുകയാണ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ത്രിവേണി നോട്ട്ബുക്ക്, പഠനോപകരണങ്ങൾ, ബാഗുകൾ, കുടകൾ തുടങ്ങിയവ 10 മുതൽ 40% വരെ വിലക്കുറവിലാണ് സ്റ്റുഡൻറ് മാർക്കറ്റിൽ ലഭ്യമായിരിക്കുന്നത്. 26 വർഷം പൂർത്തിയാക്കുന്ന പയ്യന്നൂർ കഥകളി അരങ്ങ് ഏർപ്പെടുത്തിയ 11ാമത് പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണനായർ സ്മാരക പുരസ്കാരത്തിന് കോട്ടക്കൽ ദേവദാസ് അർഹനായതായി സംഘാടകർ അറിയിച്ചു. 50,000 രൂപയും ഫലകവും ആണ് പുരസ്കാരമായി നൽകുന്നത്. മെയ് 12-ന് പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കഥകളി അരങ്ങിന്റെ 26ാമത് വാർഷികാഘോഷം മെയ് മാസം 12-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ പലവിധ പരിപാടികളോടെ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. 26ാമത് വാർഷികാഘോഷ പരിപാടിയാണ് ഇത്. കഴിഞ്ഞ 26 വർഷം പയ്യന്നൂർ കഥകളി അരങ്ങ് വളരെ നല്ല രീതിയിൽ ശാസ്ത്രീയ രംഗകലകൾക്ക് പല വിധത്തിലുള്ള വേദികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. കഥകളിയെ കൂടാതെ കൂടിയാട്ടം, കൂത്ത്, ശാസ്ത്രീയ നൃത്തനൃത്യങ്ങൾ, ശാസ്ത്രീയ സംഗീതം ഇവയെല്ലാം പല പ്രാവശ്യമായിട്ട് ഓരോരോ തലങ്ങളിൽ. അതുകൂടാതെ തന്നെ ഒരു വാർഷിക ദിവസം എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള പരിപാടികളുള്ള ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളായിട്ടാണ് ുള്ളത്. പയ്യന്നൂർ കഥകളി അരങ്ങ് കഥകളിയുടെ പലവിധ വിഷയങ്ങളെ വെച്ചിട്ട് ഏകദേശം 5ഓളം പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം നടത്തിയിട്ടുണ്ട്. ഈ വക പല വിഷയങ്ങളിൽ പയ്യന്നൂർ കഥകളി അരങ്ങ് മറ്റ് എല്ലാ തരത്തിലുള്ള കഥകളി ക്ലബ്ബുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ മികച്ച തലത്തിൽ നടത്തിക്കൊണ്ട് പോകുന്നതാണെന്ന് നമ്മുടെ സംഘാടകർ ഭാരവാഹികൾ കണിശമായിട്ടും അഭിമാനത്തോടുകൂടി തന്നെ പറയും. കോട്ടക്കൽ ദേവദാസ് 30 വർഷമായി കഥകളിയുടെ എല്ലാ വേഷങ്ങളിലും ശ്രേഷ്ഠമായ കലാവൈഭവത്തെ ലോകത്തിന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ കലാകാരനാണെന്ന് സംഘാടകർ വിലയിരുത്തി. മെയ് 12-ന് ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പയ്യന്നൂർ കഥകളി അരങ്ങിന്റെ 26ാം വാർഷിക ദിന സാംസ്കാരിക സമ്മേളന ചടങ്ങിൽ 11ാമത് കലാമണ്ഡലം കൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരം കോട്ടക്കൽ ദേവദാസിന് സമ്മാനിക്കും. പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ, P ജയരാജൻ, PP പോളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി, TM ജയകൃഷ്ണൻ, ഡോക്ടർ SK സുരേഷ് ബാബു, ഡോക്ടർ അസീം, M രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി കത്തിച്ചു. ഹോട്ടലിനെ പിഴ ചുമത്തി ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മിരുവമ്പായി പാലത്തിന് സമീപമുള്ള സ്പൈസ് ഫാമിലി റെസ്റ്റോറന്റിന് 5,000 രൂപയാണ് പിഴ ചുമത്തിയത്. തുടർ നടപടിക്ക് ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് മാങ്ങാട്ടിടം പഞ്ചായത്ത് പരിധിയിൽ പരിശോധന നടത്തിയത്. ഇവയിൽ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ കത്തിച്ചതിന് മിരുവമ്പായി പാലത്തിനടുത്തുള്ള കണ്ണൂർ സ്പൈസസ് ഫാമിലി റെസ്റ്റോറന്റിനാണ് പിഴ ചുമത്തിയത്. ഹോട്ടലിന് പിറകിൽ സിമന്റ് റിംഗ് കൊണ്ട് കെട്ടി ഉയർത്തിയ പ്രത്യേക സംവിധാനത്തിൽ ഭക്ഷണ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ എന്നിവ കൂട്ടിയിട്ട് കത്തിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. ഹോട്ടലുടമയ്ക്ക് 5,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സ്ക്വാഡ് നിർദ്ദേശവും നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ സുധീഷ് EP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയ്കുമാർ, ഷെറീഖുൽ അൻസാർ, മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ലതീഷ് ബാബു, ഹെൽത്ത് ഇൻസ്പെക്ടർ സുപ്രിയ NP എന്നിവരും പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കണ്ണൂർ മെഡിക്കൽ കോളേജ്, അഞ്ചരക്കണ്ടി കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രഥമ ശുശ്രൂഷ കണ്ണൂർ ജില്ലാതല പരിശീലനം അഞ്ചരക്കണ്ടിയിൽ മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്നു. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ പീയൂഷ് M നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. ജില്ലാ പ്രോഗ്രാം മാനേജരും ആർദ്ര മിഷന്റെ നല്ല കാര്യമാണ്. ശരിക്കും പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ പബ്ലിക് ഹെൽത്ത്, പൊതുജനങ്ങളുടെ സഹകരണം മനുഷ്യരുടെ ബെറ്റർമെന്റ്, ഏറ്റവും മികച്ച രീതിയിലുള്ള ആരോഗ്യത്തിന് വേണ്ടി കൈകോർത്തുന്നത് എന്തും നല്ലതാണ്. അതെന്തായാലും
ആ മേഖലകളിലേക്കുള്ള ചുവടുവെപ്പ് കണ്ണൂർ മെഡിക്കൽ കോളേജ് തുടങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ മിഥുനോട് അന്നും പറഞ്ഞു, ഷാജിദിനോടൊന്നും പറഞ്ഞു, നല്ല കാര്യമാണ്. പക്ഷെ ആരംഭശൂരത്വമായി പോകരുത്. നിരന്തരമായുള്ള യാത്രയാണ് ഏതൊരു പ്രോസസ്സിന്റെയും പ്രക്രിയയുടെയും വിജയം. അതായത് നമുക്ക് സൃഷ്ടിക്കാൻ എളുപ്പമാണ്, നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിലനിർത്തുന്ന ഒരു ഔത്സുക്യത്തെ, ആ വിജ്ഞാനത്തെ, ആ ജിജ്ഞാസമ്പ്രദായത്തെ, ആ നിരന്തരമായി മനുഷ്യനോടും പ്രകൃതിയോടുമുള്ള സ്നേഹത്തെ നിലനിർത്താൻ ആവശ്യമായ ആ ബോധവും ആ തീരുമാനങ്ങളുമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് പരിശീലനം ലഭിച്ചാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, സ്വയം അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക, അതിനെക്കുറിച്ചൊരു ഒരു കാഴ്ചപ്പാടുണ്ടാകുക. ഇത്തരം പരിശീലനം കൊണ്ടൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. ഒരു കാഴ്ചപ്പാട്, നമുക്കൊരു ഇടപെടാനുള്ള ഒരു അവസരം, അതെങ്ങനെ വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് NRHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആരോഗ്യ വിഷയ സമിതി ചെയർമാനും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസറുമായ സരിൻ SM അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജിതിൻ മുഖ്യ പരിശീലനം നൽകി. ആരോഗ്യ വിഷയ സമിതി കൺവീനർ KN രവീന്ദ്രനാഥ്, ഡോക്ടർമാരായ ബിജോയ് ആർദ്രം, സാജിദ് ഒമർ, ബിദ്ദുൽ ബാലൻ, അഡ്മിനിസ്ട്രേറ്റർ നജീം, PP ബാബു, മുൻ ജില്ലാ പ്രസിഡന്റ് PK സുധാകരൻ, നഴ്സിംഗ് സൂപ്രണ്ട് ലഫ്റ്റനന്റ് ലീലാമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. SSLC പരീക്ഷാ വിജയം 99.69%. ഏറ്റവും കൂടുതൽ വിജയം കോട്ടയത്ത്. പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ അപേക്ഷിക്കാം. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ബാഗുകളും കുടകളും വിപണിയിലെത്തി. രക്ഷിതാക്കൾക്ക് ആശ്വാസമായി കൺസ്യൂമർ ഫെഡ് സ്റ്റുഡന്റ് മാർക്കറ്റുകൾ തുറന്നു. വിപണി വിലയേക്കാൾ കുറവിൽ ഇവിടെ സാധനങ്ങൾ ലഭ്യം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര രൂക്ഷ വിമർശനവുമായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. മുഖ്യമന്ത്രി രാജ്യം വിട്ടത് കേരളത്തെ നാഥനില്ലാ കളരിയാക്കി. വിദേശയാത്രയിൽ വ്യക്തത നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്നും കൃഷ്ണദാസ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ നീറോ ചക്രവർത്തിയോട് ഉപമിച്ച് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളം ഉഷ്ണതരംഗം, കാർഷിക തകർച്ച, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഒളിച്ചോടിയതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. വൻതുക ചെലവാകുന്ന വിദേശയാത്ര ആര് സ്പോൺസർ ചെയ്തുവെന്നും ഈ ഒളിച്ചോട്ടത്തിന് പിറകിൽ ദുരൂഹതകൾ ഉണ്ടെന്നും BJP ജില്ലാ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കൃഷ്ണദാസ് ആരോപിച്ചു. ഒരു കാര്യം ഇക്കാര്യം സൂചിപ്പിക്കാനുള്ളത്, മുഖ്യമന്ത്രിക്ക് കുടുംബസമേതം വിനോദസഞ്ചാരം നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്, വിദേശത്തേക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു
ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനാധിപത്യ സംവിധാനത്തിൽ അത് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ യാത്ര എപ്പോഴും ദുരൂഹമായി തുടരുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം ജനങ്ങളെ അറിയിക്കാൻ പ്രയാസം നേരിടുന്നത്? അപ്പോൾ എന്തൊക്കെയോ വിദേശ യാത്രയിൽ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഗുരുതരമായ ഭരണപ്രതിസന്ധി എന്ന് പറയാൻ കാരണം ഇപ്പം നാളെ നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ യോഗം മാറ്റിയിരിക്കുകയാണ്. കേരളം ഇതുപോലുള്ള ധാരാളം നിരവധി ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഈ സമയത്ത് മന്ത്രിസഭ ഒരുമിച്ച് ചേർന്ന് സുപ്രധാനമായ പല തീരുമാനങ്ങളും കൈക്കൊള്ളാനുണ്ട്. പക്ഷേ അദ്ദേഹം രണ്ടാമതൊരാളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. 19 ദിവസം മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്ന സമയത്ത് മന്ത്രിസഭാ യോഗം ചേരാനും തീരുമാനമെടുക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒരാളെപ്പോലും ചുമതലപ്പെടുത്തിയിട്ടില്ല. റോമാ നഗരം കത്തിയെരിയുമ്പോൾ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് വീണ വായിച്ച നീറോ ചക്രവർത്തിക്ക് സമാനനായിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി എന്നാണ് പി.കെ. കൃഷ്ണദാസ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ CPM-ഉം ഇടതുമുന്നണിയും നിലപാട് വ്യക്തമാക്കണമെന്നും ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ത്യ സഖ്യത്തിനു വേണ്ടി കേരളത്തിന് പുറത്ത് ഒരിടത്തും പ്രചരണത്തിന് പോയിട്ടില്ലെന്നും കൃഷ്ണദാസ് പറഞ്ഞു. പിണറായി BJP രഹസ്യ ബാന്ധവം എന്ന കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം ശുദ്ധ അസംബന്ധവുമാണ്. കേരളത്തെ നാഥനില്ലാ കളരിയാക്കി മാറ്റിക്കൊണ്ടാണ് മുഖ്യമന്ത്രി രാജ്യം വിട്ടിരിക്കുന്നതെന്നും സാമാന്യ മര്യാദ പോലും പാലിക്കാതെ മുഖ്യമന്ത്രി നടത്തിയ ഈ ഒളിച്ചോട്ടത്തിന് പിറകിൽ ഏറെ ദുരൂഹതകളുണ്ടെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. പകരം ചുമതല നൽകാൻ മന്ത്രിസഭയിൽ മറ്റുള്ളവരെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ലെന്നതാണ് സത്യം. എല്ലാത്തിനെയും മാർക്സിയൻ സൈദ്ധാന്തിക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന MV ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സർവീസ് റോഡ് നിർമ്മാണം കൊണ്ട് ദുരിതത്തിലായവരെ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ സന്ദർശിച്ചു. ദേശീയപാത നിർമ്മാണത്തിന് ചാലക്കുന്ന് ഭാഗത്തുള്ള സർവീസ് റോഡ് നിർമ്മിക്കുന്ന കിഴുത്തള്ളി ഭാഗത്ത് താമസിക്കുന്ന സരള, നന്ദനൻ, വത്സലൻ കല്യാട് എന്നിവരാണ് ദുരിതത്തിലായിട്ടുള്ളത്. വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. മഴ പെയ്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വെള്ളം എത്തുന്ന ഭീതിയിലും ആണ് ഇവർ ഇവിടെ കഴിയുന്നത്. സർവീസ് റോഡ് 3 മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയതിനാൽ ഈ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം വഴി തടസ്സപ്പെട്ടിരിക്കുകയാണ്. മഴ പെയ്താൽ വെള്ളം ഈ വീടുകളിൽ കെട്ടിനിൽക്കുമെന്നതിനാൽ ഇവർ ഭയത്തിലുമാണ് ജീവിക്കുന്നത്. മേയറോടൊപ്പം വാർഡ് കൗൺസിലറായ സജേഷ് കുമാർ, CT നിഷാദ്, ജിജീഷ്, PV ലയേഷ് എന്നിവരും ഉണ്ടായിരുന്നു. പ്രശ്നപരിഹാരത്തിനായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് സംഘം ഉറപ്പു നൽകിയാണ് ഇവിടെ നിന്നും തിരിച്ചത്. 500-ന്റെ കള്ളനോട്ടുകളുമായി നഗരത്തിലെ ബാറിലെത്തിയ പയ്യന്നൂർ സ്വദേശിയെ പോലീസ് പിടികൂടി. പയ്യന്നൂർ കണ്ടോത്ത് കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ കീട്ടുവയൽ സ്വദേശിയും ചെറുവത്തൂരിൽ വാഹന മെക്കാനിക്കുമായ മറുനടയൻ ഹൗസിൽ MA ഷിജുവിനെയാണ് ടൗൺ SI M സവ്യസാജി അറസ്റ്റ് ചെയ്തത്. വർക്ക്ഷോപ്പിൽ നിന്നാണ് പണം ലഭിച്ചതെന്നാണ് ഇയാളുടെ മൊഴി. ഇന്നലെ വൈകുന്നേരം 3 മണിയോടെ കാൾടെക്സിന് സമീപത്തെ സൂര്യ ഹെറിറ്റേജ് ബാറിലാണ് സംഭവം നടന്നത്. മദ്യപിക്കാനെത്തിയ പ്രതി 2562 രൂപ ബില്ലായതിനെ തുടർന്ന് 500-ന്റെ നോട്ടുകൾ നൽകുകയായിരുന്നു. ഇതിൽ 2BM സീരീസിലുള്ള 3 നോട്ടുകളും CN സീരീസിലുള്ള 2 നോട്ടുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ബാർ മാനേജർ ടൗൺ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. വർക്ക്ഷോപ്പിൽ നിന്നും ജോലി ചെയ്തതിന് പ്രതിഫലമായി കിട്ടിയ നോട്ടുകളാണെന്നാണ് പ്രതി മൊഴി നൽകിയത്. എന്നാൽ സംഭവത്തിന് പിന്നിൽ വൻ റാക്കറ്റുകൾ ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഏറെക്കാലം ഇയാൾ ഗൾഫിൽ ജോലി ചെയ്തിരുന്നതായ വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കണ്ണൂർ നഗരത്തിലെ ശ്രീ പിള്ളയാർ കോവിലിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ 7 മണിക്ക് ലക്ഷാർച്ചനയോടെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായത്. മെയ് 11-നാണ് മഹോത്സവം സമാപിക്കുക.
വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ലക്ഷാർച്ചന പൂർണ്ണമാവുക. നാളെ വൈകുന്നേരം ധനപൂജ, ദീപലക്ഷ്മി പൂജ, വെള്ളിയാഴ്ച വൈകുന്നേരം 108 കലശപൂജ, ജപം, ഹോമം, വേദപാരായണം എന്നിവ നടക്കും. മെയ് 11 മഹോത്സവം സമാപിക്കുക. അന്നേ ദിവസം രാവിലെ രണ്ടാംകാല യാഗപൂജ, ഗോപൂജ, മഹാ അഭിഷേകം എന്നിവയും ഉച്ചയ്ക്ക് 12 മണിക്ക് മഹാദീപാരാധനയും നടക്കും. പ്രസാദ സദ്യയോടുകൂടി പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിക്കും. ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർ പഠനം 24 എന്ന പേരിൽ GST ക്ലാസ് സംഘടിപ്പിച്ചു. പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന ക്ലാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും സംസ്ഥാന അക്കാദമിക് കൗൺസിൽ കൺവീനറുമായ AL ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അതിനാവശ്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിച്ചു. ഇവിടെ ആർക്കും സംശയമില്ല, ഈ ഇൻവോയ്സിനെ കുറിച്ച് ഒരു പ്രശ്നമില്ല. ഈ ഇൻവോയ്സ് നടന്നുകൊണ്ടിരിക്കുന്നു, ഈ പേയ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു, ഈ പേയ്മെന്റ് നടക്കുന്നുണ്ട്, ഈ റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആരും ഓഫീസിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ റിട്ടേൺസുമായി ബന്ധപ്പെട്ട് ഒരു പിന്നോട്ട് നിങ്ങൾ പോകുന്നുണ്ടോ? ഒരു 2 കോടിക്ക് താഴെയുള്ള റിട്ടേൺ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്ന ഒരു കാരണത്താൽ നമ്മൾ ഫയൽ ചെയ്ത് ഓരോ മാസം ഫയൽ ചെയ്ത് ഈ 3Bയും 1ഉം പുനഃപരിശോധിക്കുന്നുണ്ടോ? ഇല്ല. ഇതെവിടെ വരും? ഇന്ന് സാർ എടുക്കുന്ന 65ഉം 66ഉം 74ഉം 73ഉം ഒക്കെ എടുത്ത് വരുമ്പോൾ വരും. അപ്പൊ അങ്ങനെ അനുഭവിക്കും നമ്മൾ. ജില്ലാ പ്രസിഡന്റ് C. കുമാരൻ അധ്യക്ഷത വഹിച്ചു. GST ഓഡിറ്റ് എന്ന വിഷയത്തിൽ ചാർട്ടേഡ് അക്കൗണ്ട് ജയപ്രകാശ് MC ക്ലാസ് എടുത്തു. ജില്ലാ അക്കാദമിക് കൗൺസിൽ അംഗം രഞ്ജിത്ത് PK മോഡറേറ്ററായി. N. ഷാജി, മനു മാധവൻ എന്നിവർ സംസാരിച്ചു. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ മദ്യം പിടികൂടി. മടിക്കേരിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോകുന്ന ബസ്സിലാണ് 8 കുപ്പി കർണാടക മദ്യം ഉണ്ടായിരുന്നത്. ഉടമസ്ഥൻ ഇല്ലാത്ത നിലയിലായിരുന്നു എക്സൈസ് സംഘം മദ്യം കണ്ടെത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷറഫ് മലപ്പട്ടത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് മടിക്കേരിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ നിന്നും 8 കുപ്പി കർണാടക മദ്യം ഉടമസ്ഥനില്ലാത്ത നിലയിൽ കണ്ടെടുത്തത്. ഇതുപ്രകാരം അബ്കാരി കേസും രജിസ്റ്റർ ചെയ്തു. റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി KK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മജീദ് KA, കലേഷ് M, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ജൂനിഷ് KP എന്നിവരും ഉണ്ടായിരുന്നു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6635 രൂപ, പവന് 53,080 രൂപ, വെള്ളി 88 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC പരീക്ഷാ വിജയം 99.69%. ഏറ്റവും കൂടുതൽ വിജയം കോട്ടയത്ത്. പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ അപേക്ഷിക്കാം. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ബാഗുകളും കുടകളും വിപണിയിലെത്തി. രക്ഷിതാക്കൾക്ക് ആശ്വാസമായി കൺസ്യൂമർ ഫെഡ് സ്റ്റുഡന്റ് മാർക്കറ്റുകൾ തുറന്നു. വിപണി വിലയേക്കാൾ കുറവിൽ ഇവിടെ സാധനങ്ങൾ ലഭ്യം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര രൂക്ഷ വിമർശനവുമായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. മുഖ്യമന്ത്രി രാജ്യം വിട്ടത് കേരളത്തെ നാഥനില്ലാ കളരിയാക്കി. വിദേശയാത്രയിൽ വ്യക്തത നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്നും കൃഷ്ണദാസ്. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.